ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ഞാൻ ഹസ്ബൻഡിന് രണ്ടാമത്തെ തവണയാണ് ട്ടോ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തത് ഞാൻ ചെയ്തത് ആൾ നാട്ടിൽ തന്നെയായിരുന്നു ആ സമയത്തായിരുന്നു. അപ്പോൾ മൂത്താപ്പാടെ മക്കളും മരുമക്കളും ആയിരുന്നു എൻ്റെ കൂടെ എല്ലാത്തിനും സഹകരിച്ച്. ഞാൻ എല്ലാ പ്ലാനിങ്ങും അവരുടെ അടുത്ത് പറഞ്ഞ് അവർ സെറ്റ് ചെയ്യാട്ടോ ചെയ്തത്. കാരണം ആൾ നാട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് വീട്ടിൽ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെറിയൊരു ക്ലൂ പോലും കൊടുക്കാതിരിക്കാൻ അതേ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഞാൻ വർക്കിന് പോകുന്നുണ്ട്. വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ എന്തേലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവരുടെ കയ്യിൽ കൊടുന്ന് കൊടുത്തു. അവരത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി തന്നു ട്ടോ. പിന്നെ രാവിലെ ഉറങ്ങി എണീറ്റ് കുറച്ച് നേരത്തെ എണീച്ചിട്ട് ഞാൻ അവരുടെ കൂടെ കുറച്ച് ഒന്ന് സെറ്റ് ചെയ്യാൻ മാത്രമാണ് നിന്ന് കൊടുത്തത്. എന്നിട്ട് ഇക്ക എണീറ്റ് വന്നപ്പോൾ നേരെ ഈ കേക്കിൻ്റെ മുന്നിലോട്ട് അത്രയും സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അതൊരു അതിന് ശേഷം ഇപ്പോഴാട്ടോ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിപ്പോൾ ആൾ നാട്ടിലില്ല, അബ്രോഡാണ്. അപ്പം ഞാൻ ആദ്യം അബ്രോഡ് ഉണ്ടല്ലോ ഈ സർപ്രൈസ് ഗിഫ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ ആദ്യം അവരെ കോൺടാക്ട് ചെയ്യാട്ടോ ചെയ്തത്. പക്ഷേ എനിക്കത് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല. പിന്നെ ഞാനങ്ങനെ അവരുടെ അടുത്ത് വിലക്ക് എങ്ങനെയാണ് ഒക്കെ ഒന്ന് അന്വേഷിച്ചപ്പോൾ അവർക്കും വലിയൊരു താല്പര്യമില്ലാത്ത പോലെ. കാരണം നമ്മളുടെ അത്ര ഇതെന്തായാലും അവർക്കുണ്ടാവില്ല. എനിക്കത് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടല്ല അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു റീപ്ലൈ കിട്ടിയത്. ആ നോക്കട്ടെ, അന്വേഷിക്കട്ടെ അങ്ങനെയൊക്കെ. ആ സമയത്തായിരുന്നു എൻ്റെ മൂത്താപ്പാടെ മോന് നാട്ടിൽന്ന് പോകുന്നുണ്ടായിരുന്നത്. അതും അവരുടെ അടുത്താണ്. ഇക്കാനൊക്കെ അടുത്താണ്. അപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുക്കാന്നുള്ളത് എന്തായാലും തീരുമാനിച്ചു. അപ്പോൾ എന്ത് കൊടുക്കാൻ ഒരാളെ കിട്ടിയപ്പോൾ പിന്നെ ഓരോന്നോരോന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യാ ചെയ്തത്. അപ്പോൾ ആദ്യം ഞാൻ ഷർട്ടാണ് എടുത്തത്. ഷർട്ട് എടുത്തു. അത് 2 ദിവസമൊക്കെ മോളെയും കൂടെ കാണിക്കാതെ വെച്ചു ട്ടോ. കാരണം മോളുടെ അടുത്ത് കാണിച്ചാൽ ഇനിയിപ്പോൾ അതെങ്ങനെയായാലും ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അത് അവൾ കണ്ടുപിടിച്ചത് ആർക്കാ ഷർട്ട്, ഇത് ആർക്കാണെന്ന് ചോദിച്ച് പിന്നാലെ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, വാപ്പച്ചിൻ്റെ ബർത്ത്ഡേ അല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാം. അപ്പോൾ അവൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, എന്നെക്കാൾ ഭയങ്കര അത്. അപ്പോൾ ഇനിയുള്ള അത് ഒക്കെ ഞാനും പർച്ചേസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വരികയാട്ടോ ചെയ്തത്. അങ്ങനെ വരുമ്പോൾ ATM ന്ന് ക്യാഷ് വരെ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് പോയി ATM ൽ നിന്നൊക്കെ അവൾ തന്നെ ക്യാഷ് എടുത്തു. പിന്നെ ഞങ്ങൾ വാച്ച്, അതുപോലെ ഒരു സ്പ്രേ, പിന്നെ ഒരു നട്ട്സ്, ചോക്ലേറ്റ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ തന്നെ ആ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കുകയാട്ടോ ചെയ്തത്. സെറ്റ് ചെയ്ത് വെച്ചു. ഞങ്ങൾക്ക് ഓക്കെ ആയി. അങ്ങനെ അവൻ്റെ അടുത്ത് കൊടുത്തയച്ചു. അവൻ ദുബായിലേക്ക് പോകുന്നത് 23-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു 30-ാം തീയതിയാണ് ബർത്ത്ഡേ. അപ്പോൾ ഇത് മുൻകൂട്ടിയിട്ട് ഇക്കാൻ്റെ അടുത്ത് കൊടുക്കരുത്, അന്ന് തന്നെ കൊടുക്കണം, സർപ്രൈസ് ആയിട്ട് കൊടുക്കണം എന്ന് അത്രയും പറഞ്ഞിട്ടാണ് അവൻ്റെ അടുത്ത് വിട്ടത്. 30-ാം തീയതി ഇന്നാണ് ബർത്ത്ഡേ. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കൂടെ വേറെയും സാധനങ്ങൾ ഞങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുക്കണം, ഇത് കൊടുക്കരുത്, ഇത് രഹസ്യമാക്കി വെക്കണം, എനിക്ക് അതിൻ്റെ വീഡിയോ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഒറ്റയ്ക്കായതുകൊണ്ട് അവനക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ ഷുവർ ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇക്കാടെ ബ്രദറും ഇക്കാൻ്റെ കൂടെ തന്നെയാണുള്ളത്. അപ്പോൾ ഇക്ക അറിയാതെ അവനോടെങ്കിലും ഒരു വീഡിയോ എടുത്തു തരാൻ പറഞ്ഞു. അപ്പോൾ അത്രയൊന്നും ഇതല്ലെങ്കിലും അവർക്ക് പറ്റുന്ന പോലെ അവർ ആ വീഡിയോ എനിക്ക് എടുത്ത് അയച്ചു തന്നാണ് കേട്ടോ. മൂത്താപ്പാടെ മോൻ എന്തായാലും അവനെ ഏൽപ്പിച്ച കർത്തവ്യം വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അവന് 30-ാം തീയതി കൊണ്ടുപോയി സർപ്രൈസ് ആയിട്ട് അത് കൊടുത്തു. ഞാൻ ഇന്ന് രാവിലെ വിളിച്ചപ്പോഴും ഇങ്ങനെ ബർത്ത്ഡേ എന്ന് എനിക്ക് അറിയാമെങ്കിലും ഞാൻ മറന്ന പോലെ ഇങ്ങനെ വല്ലാതെ വിഷ് ചെയ്യുകയൊന്നും ചെയ്തില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു, ഇന്നൊരു പ്രത്യേക ദിവസമായിട്ട് പോലും എന്നെ ഒന്ന് വിഷ് ചെയ്യാൻ പോലും പറ്റിയില്ല, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ വിഷ് ചെയ്യും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് തട്ടിക്കൂട്ടിയായിരുന്നു കേട്ടോ. എന്നിട്ട് ഈ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഗിഫ്റ്റ് അടക്കം ഈ അയച്ചിട്ടാണ് ഈ രാവിലെ തന്നെ വിഷ് ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വിഷ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ക്ലൂ കിട്ടാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ് വിഷ് ചെയ്യുകയൊന്നും ചെയ്യാതിരുന്നത്. എന്തായാലും ആൾ ഭയങ്കര ഹാപ്പിയായി, അതിനേക്കാൾ ഹാപ്പി ആയിട്ടാണ് ഞാനും. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.